ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്. ഇന്ന് ജൂൺ 30, നാളെ ജൂലൈ 1-ാം തീയതിത്തെ ഒരു മാർക്കറ്റ് പ്രഡിക്ഷനാണ് ഇന്നത്തെ ഡേറ്റ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റീൻ്റെ ഡെയിലി ക്യാൻഡിലാണ്. അപ്പോൾ ഡെയിലി ക്യാൻഡിലിൽ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഇത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് മൂവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് നല്ലൊരു ഒരു എൻഗൾഫിംഗ് ആയിട്ട് ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നാളെ ചിലപ്പോൾ ഇപ്പം ഒരു പുൾ ബാക്ക് എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. പുൾ ബാക്ക് എടുത്ത് അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഒരു ലോങ് റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം നാളത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇന്നും നാളെ ഒരു എന്താ പറയുക, ഒരു പോസ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഇന്നത്തെ ഒരു മാർക്കറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പം ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പം എന്തായാലും ഇന്ന് ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിന് മുകളിലാണ്. അപ്പം വേണമെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ചൊരു സപ്പോർട്ട് എടുത്തിട്ട് നാളെ ഒരു അഗൈൻ ഒരു അപ്പ് മൂവ് നമുക്ക് കിട്ടാം. അപ്പോൾ ഈ ഒരു റേഞ്ചിന് മുകളിലാണ് നാളെ ക്ലോസ് വരുന്നതെങ്കിൽ നമുക്കൊരു ലോങ് മൂവ് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡേറ്റാസ് ഞാനിവിടെ സെൻസിബിളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം നിഫ്റ്റിൻ്റെ കേസിൽ എടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ് എടുത്തിട്ടുണ്ട് 25,637.8, PCR 0.65, മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,500. ഇത്രയും ഡേറ്റയാണ് ഞാൻ ഇൻഫോയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ജൂലൈ 3 ആണ് എടുത്തിരിക്കുന്നത്. 3 more days ഉണ്ട് ഇനി എക്സ്പയർ ആവാൻ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിങ്ങും അല്ലെങ്കിൽ പുട്ട് റൈറ്റിങ്ങും വന്നിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസസ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25,600 ആണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിൽ മനസ്സിലാവും കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,600 അപ്പം കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 1.03 CRൻ്റെ കോൾ റേറ്റിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,600 ആണ്. പുട്ട് റേറ്റിംഗ് ഞാൻ എടുത്തിരിക്കുന്നത് 25,500 ആണ്. അപ്പം പുട്ട് റേറ്റിംഗ് ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാവും, ഇതിലാണ് 25,500 ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇല്ലെങ്കിൽ ഇതിനേക്കാളും തന്നെ കുറച്ചും കൂടി കൂടുതൽ ഈവൻ 25 വന്നിട്ടുണ്ട്. പക്ഷെ നിഫ്റ്റിയുടെ ഒരു ഡേ മൂവ് വെച്ചിട്ട് നമുക്കൊരു 300 പോയിന്റ്സിന്റെ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ഹയസ്റ്റ് കോൾ OI അല്ലെങ്കിൽ പുട്ട് OI എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ 25,000 എടുക്കാണ്ട് 25,500 എടുത്തിരിക്കുന്നത്. അപ്പം OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ OI വന്നിരിക്കുന്നത് 25,600-ലും അതുപോലെ തന്നെ പുട്ട് OI വന്നിരിക്കുന്നതും പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നതും 25,600-ലാണ്. അപ്പോൾ കോൾ OI വന്നിരിക്കുന്നത് 59.25 ലാഖിൻ്റെ കോൾ OI ചേഞ്ച് വന്നിട്ടുണ്ട്. 25,600-ൽ പുട്ട് OI വന്നിരിക്കുന്നത് 23.78 ആണ്. അപ്പം -23.78 ആണ്. അതായത് ഇത്രയും ഒരു അൺവൈൻഡിങ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. കോളിൻ്റെ കേസിൽ ആഡ് ആയിട്ടുണ്ട്, പക്ഷെ പുട്ടിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ അതൊരു അൺവൈൻഡിങ് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡേറ്റയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു എക്സൽ ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സൽ ഷീറ്റിൽ ക്ലിയർ ആയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിഫ്റ്റി ക്ലോസ് എഴുതിയിട്ടുണ്ട്, മാക്സ് പെയിൻ എഴുതിയിട്ടുണ്ട്, PCR ഉണ്ട്. PCRൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.67 ആണ്. PCRൻ്റെ വാല്യൂ <1 ആണ്. അതൊരു ബെയറിഷ് ബയസ് ആണ് നമുക്ക് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഹയസ്റ്റ് കോൾ OI നോക്കുകയാണെങ്കിൽ 25,600 ആണ്. ഹയസ്റ്റ് പുട്ട് OI ആണെങ്കിൽ 25,500 ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 25,600 ആണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കോൾ OI ചേഞ്ചും വന്നിരിക്കുന്നത് 25,600-ലാണ്. അപ്പം ഈ 25,600 ഓൾറെഡി 1.03 CRൻ്റെ ഒരു കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു OI ചേഞ്ച് വന്നിരിക്കുന്നതും ഈ 25,600-ലാണ്. അതായത് ഒരു ഹെവി കോൾ റേറ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഫോം ആവുന്നുണ്ട്. അപ്പം ഒരു ഹെവി റൈറ്റിംഗ് നടന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഒരു ഹെവി റെസിസ്റ്റൻസ് ഇവിടെ ബിൽഡ് ആവുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ 25,600 നല്ലൊരു ഹെവി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ പുട്ട് OI ചേഞ്ച് നോക്കുവാണെങ്കിൽ 25,600 ഒരു അൺവൈൻഡിങ് ആണ്, അതായത് 23.78 ലാഖിൻ്റെ ഒരു അൺവൈൻഡിങ് ആണ് നടക്കുന്നത്. അതായത് സപ്പോർട്ട് ആ 25,600 എന്നുള്ള ഒരു സപ്പോർട്ട് വീക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 25,600 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ബിൽഡ് ആവുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലിയർ ആയിട്ട് 25,600 നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നിന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 25,500 ആയതുകൊണ്ട് ഇതിനെ നമുക്കൊരു സപ്പോർട്ടായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ 25 ഇപ്പം എടുത്തിരിക്കുന്നത് 25,500 ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. സപ്പോസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സപ്പോർട്ടായിട്ട് 25,500 എടുക്കാം. അപ്പം നിഫ്റ്റീൻ്റെ കേസിലായതുകൊണ്ട് ഞാൻ ഇത്രയും പോയിന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യാത്തത്. അപ്പം ഈവൻ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സപ്പോർട്ടായിട്ട് 25,000 നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു ഗ്രാഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചാർട്ടിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ടും, ഇപ്പോൾ 25,600 നല്ല ഒരു റെസിസ്റ്റൻസ് ആയിട്ടും അതുപോലെ തന്നെ 25,500 നമുക്കൊരു സപ്പോർട്ടായിട്ടും, ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രസന്റിൽ നമുക്ക് ഇതിനെയാണ് ഒരു കീ സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് രണ്ടും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിലിപ്പം 25,500 നമുക്കൊരു സപ്പോർട്ടായിട്ടും അതുപോലെ തന്നെ 25,600 നമുക്കൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പം ഈ ഇതിനെ ഇപ്പോഴത്തെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ 25,500 ഇത് ഈവൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് 25,000 അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 25 നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ബിൽഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം നാളത്തെ ഒരു ചെറിയൊരു റേഞ്ച് നോക്കുവാണെങ്കിൽ ഈ രണ്ട് റേഞ്ചിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് തന്നെ മുകളിലേക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ 25,600 ആണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ 26 നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോൾ റേറ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. സോ അത് നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പം അടുത്ത മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 26,000 അപ്പോൾ ഈ റേഞ്ചാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നാളത്തെ ചെറിയ ഒരു സ്കാൽപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിൻ്റെ നമുക്ക് അനാലിസിസിന് വേണ്ടി 50 മിനിറ്റ്സ് ക്യാൻഡിൽസിലേക്ക് എടുക്കാം. അതിന് ഓപ്പൺ ഇൻട്രസ്റ്റ് വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിൻ്റെ ക്ലോസിംഗ് ആണ്. 57,443.9 ആണ്, 57,443.9 ആണ് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. PCR വന്നിരിക്കുന്നത് 1.02 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 56,800 ആണ്. ഇതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൾ റേറ്റിങ്ങും പുട്ട് റേറ്റിങ്ങും വന്നിരിക്കുന്നത് 57 ആണ്. അപ്പം ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ കറണ്ട് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വാല്യൂ ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 58 ആണ്. ഇതുമായിട്ട് വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 57,000 തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ കോൾ റേറ്റിംഗ് കുറച്ച് കൂടുതൽ വന്നിട്ടുള്ളത് 58 പക്ഷേ അത് ഒരു 1000 പോയിന്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ 57,000 തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 57,000 ആണ്. ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നതും 57,000 ആണ്. ഹയസ്റ്റ് കോൾ OI ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 57,000 ആണ്. ഇനി OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ OI ചേഞ്ചും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,500 പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നതും കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഡേറ്റയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് എക്സലിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 57,500 ഹയസ്റ്റ് കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത്. പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് 57,500 അപ്പം ഇവിടെ PCR വാല്യൂ നോക്കുകയാണെങ്കിൽ 1.02 ആണ്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാവും ഒരു ന്യൂട്രൽ ടു അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ബയസ് ആണ് നമുക്ക് ഈ PCR വാല്യൂ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 57,000 നല്ലൊരു
പുട്ട് റൈറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഇതിന് നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നമുക്കിവിടെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ കോൾ റേറ്റിന് കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് റേറ്റിംഗ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. 11.22 ലാഖിൻ്റെ ഒരു പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. സോ ഇതിനെ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അതുപോലെ തന്നെ ഈ 57,500 ഒരു ഫ്രഷ് റെസിസ്റ്റൻസും ബിൽഡ് ആവുന്നുണ്ട്. അപ്പം അടുത്ത നമ്മളൊരു നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 57,500 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും ഒരു പുട്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ പുട്ട് OA ചേഞ്ചും 57,500 നടക്കുന്നുണ്ട്. അപ്പം പുട്ട് OA ചേഞ്ചും 57,500 എന്ന് പറയുമ്പം അത് ഇനി ഒരു എന്താ പറയാ, ഒരു ഏർലി സൈൻ ഓഫ് സപ്പോർട്ട് ഞാനിവിടെ ഒരു റിമാർക്ക് എഴുതിയിട്ടുണ്ട്. അതായത് കുറച്ച് ഈ ഒരു സപ്പോർട്ട് ഇവിടെ പുട്ട് OA ചേഞ്ചും ഈ 57,500 നടക്കാന്ന് വെച്ചാൽ അവിടെ ഒരു സപ്പോർട്ട് ബിൽഡ് ആവുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ ഇതായിരിക്കാം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഏർലി സൈൻ ഓഫ് സപ്പോർട്ടിന് എഴുതിയേക്കുന്നത്. അപ്പം ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് ആണ്. ഒരു 57 മുകളിലാണ് നമുക്കൊരു സപ്പോർട്ട് എടുത്ത് 57 മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കതിനൊരു ബുള്ളിഷ് സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മൾ സ്ട്രോങ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഈ 57,000നെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് 57,500നെയും നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടും നമ്മൾ ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പം ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ഒരു 57ഉം അതുപോലെ തന്നെ 57 ഒരു 500 ആണ് നമ്മൾ അടുത്ത ഒരു റെസിസ്റ്റൻസ് ആയിട്ട്. അപ്പം ഈ 57 മുകളിലാണ് നമുക്ക് ഒരു 57 മുകളിൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടുകയാണെങ്കിൽ ഇതൊരു 57,500 700 ഈ ഒരു റേഞ്ച് വരെ നമുക്കൊരു മൂവ് എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ 57,700 മുകളിലേക്ക് ആണെങ്കിൽ നല്ല ഒരു ഇതും ഒരു ലോങ്ങും ബിൽഡ് ആവും. അതുപോലെ തന്നെ 57 താഴെയാണെങ്കിലാണ് നമുക്കൊരു മാർക്കറ്റിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയാൻ പറ്റുക. അപ്പം ഈ രണ്ട് റേഞ്ച് നമുക്ക് ഇതിൽ നിന്ന് ഒരു 57,000 ഒരു സ്ട്രോങ് സപ്പോർട്ടും 57,500 ഒരു ഫ്രഷ് റെസിസ്റ്റൻസ് ആയിട്ടും നമുക്ക് കണക്കാക്കാം. അപ്പോൾ 57,500 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇതിലിപ്പോൾ നമുക്ക് അടുത്തൊരു ഇത് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ചാർട്ട് നമുക്ക് ഈ 57 ആണ് ഇപ്പം നമ്മൾ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും എടുത്തിരിക്കുന്നത്. അപ്പം ഒരു 57,000ന്റെ നല്ല സ്ട്രോങ് സപ്പോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് 56,500 ആണ്. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 56,500 ആണ്. അപ്പം ഇതാണ് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും അല്ലെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടും ഇന്നത്തെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് നാളത്തെ ഒരു പ്രഡിക്ഷൻ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന്. താങ്ക് യു.